ഇന്ന് നമ്മൾ നോക്കുന്നത് CBSE 8ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ 7ാമത്തെ ചാപ്റ്ററാണ്. 7ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സിവിലൈസിങ് ദ നേറ്റീവ്, എഡ്യൂക്കേറ്റിംഗ് ദ നേഷൻ. സിവിലൈസിങ് ദ നേറ്റീവ്. നേറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് താമസിക്കുന്ന, ഒരു സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാരെയാണ് പറയുന്നത്. ഏത് സ്ഥലത്താണോ താമസിക്കുന്നത് അവർ അവിടുത്തെ നേറ്റീവാണ്. അപ്പോൾ ആ നേറ്റീവ് ആൾക്കാരെ സിവിലൈസ് ചെയ്യുക, പരിഷ്കൃതരാക്കുക, പരിഷ്കാരമുള്ളവരാക്കുക. ആൻഡ് എഡ്യൂക്കേറ്റിംഗ് ദ നേഷൻ. നേഷൻ എന്ന് പറഞ്ഞാൽ രാജ്യം. രാജ്യത്തെ എഡ്യൂക്കേറ്റ് ചെയ്യുക. അങ്ങനെ രാജ്യത്തെ എഡ്യൂക്കേറ്റ് ചെയ്യുകയും നേറ്റീവ് ആയ ആൾക്കാരെ സിവിലൈസ് ചെയ്യുന്ന ഒരു പ്രക്രിയയെക്കുറിച്ച്, എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിനും പ്രക്രിയയെക്കുറിച്ചാണ് ബ്രിട്ടീഷുകാർ എന്തൊക്കെ നമ്മുടെ ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ, അതിൻ്റെ അവരുടെ കോൺസെപ്റ്റ് എന്തായിരുന്നു, എങ്ങനെയൊക്കെയാണ് അവർ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നത്. നമുക്ക് നോക്കാം. In the earlier chapters, you have seen British rule affected Rajas, Nawabs, peasants and tribals. നമ്മൾ ഇതിനു മുമ്പുള്ള ചാപ്റ്ററുകളിൽ നമ്മൾ കണ്ടു ബ്രിട്ടീഷ് റൂൾ എങ്ങനെയൊക്കെയാണ് രാജാക്കന്മാരെയും നവാബ്സിനെയും പെസൻസിനെയും ട്രൈബൽസിനെയൊക്കെ അഫക്റ്റ് ചെയ്തതെന്ന്. In this chapter, we will try and understand what implication it had for the lives of students. സ്റ്റുഡൻസിൻ്റെ ലൈഫിൽ, വിദ്യാർത്ഥികളുടെ ലൈഫിൽ എന്ത് ചേഞ്ചാണ് ഈ ബ്രിട്ടീഷിൻ്റെ റൂള് കൊണ്ട് ഉണ്ടായത് എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നത്. ഫോർ ദ ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ വാണ്ടഡ് നോട്ട് ഓൺലി ടെറിട്ടോറിയൽ കോൺക്വസ്റ്റ് ആൻഡ് കൺട്രോൾ ഓവർ റവന്യൂസ്. സോ റവന്യൂവിൽ അല്ലെങ്കിൽ ടാക്സിലുള്ള കൺട്രോളും അതുപോലെ തന്നെ ടെറിട്ടറീസിലെ ഉള്ള കൺട്രോളും മാത്രമല്ല അവർ ഉദ്ദേശിച്ചിരുന്നത്, അതുകൂടാതെയും പല കാര്യങ്ങളുണ്ടായിരുന്നു. ദേ ഓൾസോ ഫെൽറ്റ് ദാറ്റ് ദേ ഹാഡ് എ കൾച്ചറൽ മിഷൻ. അവർ വിചാരിച്ചു, അവർ മനസ്സിലാക്കി, അവർക്ക് ഇത് മാത്രമല്ലാതെ ഈ ടെറിട്ടറി കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ റവന്യൂ ടാക്സ് കളക്ട് ചെയ്യുക, അതുകൂടാതെ ഒരു കൾച്ചറൽ മിഷനും കൂടെയുണ്ട്, ഒരു കൾച്ചറൽ ഒബ്ജക്റ്റീവും കൂടെയുണ്ട്. അവരുടെ കൾച്ചർ നമ്മുടെ ഇന്ത്യൻസിനെ സിവിലൈസ് ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് കൂടെ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കി. ദേ ഹാഡ് ടു സിവിലൈസ് ദി നേറ്റീവ്സ്. ഇവിടെ ഇന്ത്യയിലുള്ള ആൾക്കാരെ സിവിലൈസ് ചെയ്യണം, പരിഷ്കാരമുള്ളവരാക്കണം. ചേഞ്ച് ദെയർ കസ്റ്റംസ് ആൻഡ് വാല്യൂസ്. അവരുടെ കസ്റ്റംസും അവരുടെ വാല്യൂസും ഒക്കെ ചേഞ്ച് ചെയ്യണം, അവരുടെ കൾച്ചറെല്ലാം ചേഞ്ച് ചെയ്യണം. അങ്ങനെ ഒരു കൾച്ചറൽ മിഷൻ കൂടെ അവർക്കുണ്ടായിരുന്നു. വാട്ട് ചേഞ്ചസ് വെയർ ടു ബി ഇൻട്രൊഡ്യൂസ്ഡ്. എന്തൊക്കെ ചേഞ്ചാണ് അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടിയിരുന്നത്? ഹൗ വെയർ ഇന്ത്യൻസ് ടു ബി എഡ്യൂക്കേറ്റഡ്, സിവിലൈസ്ഡ് ആൻഡ് മെയ്ഡ് ഇൻ ടു വാട്ട് ദ ബ്രിട്ടീഷ് ബിലീവ്ഡ് വെർ ഗുഡ് സബ്ജക്ട്സ്. അപ്പോൾ ഹൗ വെയർ ദി ഇന്ത്യൻസ് ടു ബി എഡ്യൂക്കേറ്റഡ്. എങ്ങനെയാണ് ഇന്ത്യൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് അവരെ സിവിലൈസ് ചെയ്യേണ്ടത്. ആൻഡ് മെയ്ഡ് ഇൻ ടു വാട്ട് ദ ബ്രിട്ടീഷ് ബിലീവ്ഡ് വെർ ഗുഡ് സബ്ജക്ട്സ്. ബ്രിട്ടീഷുകാരുടെ മനസ്സിൽ നല്ല സബ്ജക്ട്സ്, നല്ല പ്രജകൾ എങ്ങനെയൊക്കെയാണ് ഈ ഇന്ത്യൻസിനെ മാറ്റി ബ്രിട്ടീഷുകാരുടെ മനസ്സിലുള്ള ആ നല്ല ആക്കാൻ പറ്റുക, അതിനെക്കുറിച്ചൊക്കെയാണ് ഈ പാഠത്തിൽ നമ്മൾ നോക്കുന്നത്. ദ ബ്രിട്ടീഷ് could find no simple answers to these questions. ഈ ചോദ്യങ്ങൾക്കൊന്നും ബ്രിട്ടീഷുകാർക്ക് ഒരു സിമ്പിൾ ആൻസർ ഉണ്ടായിരുന്നില്ല. They continued to be debated for many decades. ഒരുപാട് വർഷങ്ങളോളം, ഒരുപാട് ഡെക്കേഡ്സ് അവർ ഈ എങ്ങനെയൊക്കെയാണ് ഇതെല്ലാം ചെയ്യേണ്ടത്, എങ്ങനെ എഡ്യൂക്കേഷൻ കൊടുക്കാം, എങ്ങനെ സിവിലൈസ് ചെയ്യിപ്പിക്കാം, അങ്ങനെയൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസിനെല്ലാം ഒരുപാട് ഡിബേറ്റ് നടന്നു അവരുടെ ഇടയിൽ തന്നെ. അപ്പോൾ അതൊക്കെ കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത്. ഹൗ ദ ബ്രിട്ടീഷ് സോ എഡ്യൂക്കേഷൻ. ബ്രിട്ടീഷ് എഡ്യൂക്കേഷനെ, വിദ്യാഭ്യാസത്തെ എങ്ങനെ കണ്ടു, അതിനെക്കുറിച്ചാണ് നോക്കുന്നത്. ആദ്യം ലെറ്റ് us ലുക്ക് അറ്റ് വാട്ട് ബ്രിട്ടീഷ് തോട്ട് ആൻഡ് ഡിഡ്. എന്തൊക്കെയാണ് ബ്രിട്ടീഷുകാർ ചിന്തിച്ചത്, എന്തൊക്കെയാണ് അവർ ചെയ്തത് എന്ന് നോക്കാം. ആൻഡ് ഹൗ സം ഓഫ് ദ ഐഡിയാസ് ഓഫ് എഡ്യൂക്കേഷൻ ദാറ്റ് വി നൗ ടേക്ക് ഫോർ ഗ്രാൻറ്റഡ് ഇവോൾവ്ഡ് ഇൻ ദ ലാസ്റ്റ് 200 years. ഈ അവസാനത്തെ ഈ 200 വർഷത്തോളം എടുത്ത് ആ എഡ്യൂക്കേഷൻ, നമ്മളിപ്പോൾ വലിയ വിലയൊന്നുമില്ലാതെ കാണുന്ന ആ എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെ ഡെവലപ്പ് ചെയ്തു, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ നോക്കുന്നത്.
In the process of this inquiry, we will also see how Indians reacted to British ideas. ബ്രിട്ടീഷിൻ്റെ ഐഡിയാസിനോട് ഇന്ത്യൻസിൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു, ഇന്ത്യൻസ് എങ്ങനെ റിയാക്ട് ചെയ്തു, ആൻഡ് how they developed their own views about how Indians were to be educated. എങ്ങനെയാണ്, and see how Indians reacted to British ideas and how they developed their own views. എങ്ങനെയൊക്കെയാണ് ഇന്ത്യൻസ് അവരുടെ സ്വന്തമായ വ്യൂസ് ഡെവലപ്പ് ചെയ്തത് അബൌട്ട് ഹൗ ഇന്ത്യൻസ് വെർ ടു ബി എഡ്യൂക്കേറ്റഡ്. എങ്ങനെയൊക്കെ ഇന്ത്യൻസിന് എന്തിനെയൊക്കെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ വേണം, എങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടണം എന്നൊക്കെ ഇന്ത്യൻസ് എങ്ങനെ അവരുടെ വ്യൂസ് എന്തായിരുന്നു അതിനെക്കുറിച്ച് നമ്മൾ നോക്കുന്നുണ്ട് ഈ ചാപ്റ്ററിൽ. ദ ട്രഡീഷൻ ഓഫ് ഓറിയൻ്റലിസം. ആദ്യം നോക്കാൻ പോകുന്നത് ഓറിയൻ്റലിസം എന്താണെന്നാണ്. ഇൻ 1783 a person named William Jones arrived in Calcutta. കൽക്കട്ടയിൽ, വെസ്റ്റ് ബംഗാളിലെ കൽക്കട്ടയിൽ വില്യം ജോൺസ് എന്ന ആൾ എത്തി. ബ്രിട്ടീഷുകാരനാണ്. He had an appointment as a junior judge at Supreme Court that the company had set up. കമ്പനി ഉണ്ടാക്കിയ സുപ്രീം കോർട്ടിലെ ഒരു ജൂനിയർ ജഡ്ജായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ്. ഇൻ അഡീഷൻ ടു ബീയിങ് an expert in law, ജോൺസ് വാസ് എ ലിംഗ്വിസ്റ്റ്. ഒരു ലോയിൽ, നിയമത്തിൽ അദ്ദേഹം ഒരു എക്സ്പേർട്ടാണ്, ജഡ്ജാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ലിംഗ്വിസ്റ്റാണ്. ലിംഗ്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ലാംഗ്വേജ് അറിയുന്ന ആളാണ് ലിംഗ്വിസ്റ്റ്. someone who knows and studies several language. ഒരുപാട് ലാംഗ്വേജസ് അറിയുന്നതും അതുപോലെ തന്നെ ആ ലാംഗ്വേജസ് പഠിക്കുന്നതുമായ ആളെയാണ് ലിംഗ്വിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം, ഈ വില്യം ജോൺസ്, ഒരു ലോയുടെ എക്സ്പേർട്ടുമാണ്, അതുപോലെ തന്നെ ഒരു ലിംഗ്വിസ്റ്റുമാണ്. ഹി ഹാഡ് സ്റ്റഡീഡ് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ അറ്റ് ഓക്സ്ഫോർഡിലെ ഗ്രീക്കും ലാറ്റിനും അദ്ദേഹം പഠിച്ചു. ന്യൂ ഫ്രഞ്ച് ആൻഡ് ഇംഗ്ലീഷ്, ഫ്രഞ്ചും ഇംഗ്ലീഷും അദ്ദേഹത്തിന് അറിയാം. ഹാഡ് പിക്ഡ് അപ്പ് അറബിക് ഫ്രം എ ഫ്രണ്ട്, ഒരു ഫ്രണ്ടിൽ നിന്ന് അറബിക് പഠിച്ചു. ആൻഡ് ഹാഡ് ഓൾസോ ലേൺ പേർഷ്യനും അറിയാം. ഒരുപാട് ലാംഗ്വേജ് അറിയാം, ഒരുപാട് ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അറ്റ് കൽക്കട്ട he began spending many hours a day with pandits who taught him the subtleties of Sanskrit language, grammar, poetry etc. അപ്പോൾ ഈ കൽക്കട്ടയിൽ അദ്ദേഹം ഒരുപാട് മണിക്കൂറുകൾ പണ്ഡിതന്മാരുമായിട്ട് ചിലവഴിക്കും. ആ പണ്ഡിതന്മാർ അവരെ സംസ്കൃത ലാംഗ്വേജ് പഠിപ്പിക്കും, ഗ്രാമറും പോയട്രി എല്ലാം പഠിപ്പിക്കും. അങ്ങനെ ലിംഗ്വിസ്റ്റ് എന്നാ നോക്കി. ഇതിവിടെ ഈ ഫിഗർ 1 വില്യം ജോൺസ് ലേണിംഗ് പേർഷ്യൻ. ഈ വില്യം ജോൺസ് പണ്ഡിറ്റിൽ നിന്ന്, ഗുരുവിൽ നിന്ന് പേർഷ്യൻ പഠിക്കുന്ന ഒരു ചിത്രമാണ് അവിടെ കാണുന്നത്. ഗ്രാമറും ലാംഗ്വേജും പോയട്രിയും ഒക്കെ പഠിക്കും. സൂൺ ഹി വാസ് സ്റ്റഡിയിങ് ഏൻഷ്യൻ്റ് ഇന്ത്യൻ ടെക്സ്റ്റ് on law, philosophy, religion, politics, morality, arithmetic, medicine and other sciences. ഇന്ത്യൻ ടെക്സ്റ്റ്, ഇന്ത്യയിലെ കുറേ പുസ്തകങ്ങൾ, ലോയുടെ പുസ്തകങ്ങൾ, നിയമത്തിൻ്റെ, ഫിലോസഫിയുടെ, റിലീജിയൻ്റെ, പൊളിറ്റിക്സിൻ്റെ, മൊറാലിറ്റിയുടെ, അരിത്മെറ്റിക്, മാത്സിൻ്റെ, മെഡിസിൻ്റെ, അതുപോലെ തന്നെയുള്ള സയൻസിൻ്റെ എല്ലാം പുസ്തകങ്ങൾ അദ്ദേഹം വായിക്കാനും പഠിക്കാനും തുടങ്ങി. William Jones discovered that his interests were shared by many British officials living in Calcutta at the time. ആ സമയത്ത് കൽക്കട്ടയിൽ ജീവിച്ചിരുന്ന ബ്രിട്ടീഷ് ഒഫീഷ്യൽസിൽ പലർക്കും ഇദ്ദേഹത്തെ പോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കുറേ ഇൻട്രസ്റ്റ് എല്ലാം അവർക്കുമുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. Englishmen like Henry Thomas Colebrook and Nathaniel Halhed were also busy discovering the ancient Indian heritage, mastering Indian languages and translating Sanskrit and Persian works into English. അപ്പോൾ ഇദ്ദേഹത്തിനെ പോലെ തന്നെ ഈ രണ്ടുപേരും, ഹെൻറി തോമസും അതുപോലെ തന്നെ നഥാനിയൽ ഹാൾഹെഡും, അവരും ഏൻഷ്യൻ ഇന്ത്യൻ ഹെറിറ്റേജിനെ കുറിച്ച് പഠിക്കുന്നു, ഇന്ത്യൻ ലാംഗ്വേജസ് മാസ്റ്റർ ചെയ്യുന്നു, ഇന്ത്യൻ ലാംഗ്വേജസ് പഠിക്കുന്നു. അതുപോലെ തന്നെ സംസ്കൃതത്തിലും പേർഷ്യനിലുമുള്ള ബുക്സ് അല്ലെങ്കിൽ വർക്കുകളെ ഇംഗ്ലീഷിലോട്ട് തർജ്ജമ ചെയ്യുന്നു, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ടുഗെദർ വിത്ത് ദം, അവരുടെ കൂടെ വില്യം ജോൺസ്, ഈ ജോൺസും സെറ്റപ്പ്
സെറ്റ് അപ്പ് ദ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. ഒരു സൊസൈറ്റി ഫോം ചെയ്തു, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. ആൻഡ് സ്റ്റാർട്ടഡ് എ ജേണൽ, ഒരു പുസ്തകം തുടങ്ങി, ജേണൽ തുടങ്ങി. ഏഷ്യാറ്റിക് റിസർച്ചസ് എന്ന് പറഞ്ഞ് ജേണലും തുടങ്ങി. ജോൺസൺ കോൾബ്രൂക്ക് came to represent a particular attitude towards India. ഈ ജോൺസും കോൾബ്രൂക്കും ഒരു പ്രത്യേകതരം ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഇന്ത്യ അവർ റെപ്രസെൻ്റ് ചെയ്തു. ദ ഷെയർഡ് എ ഡീപ്പ് റെസ്പെക്റ്റ് ഫോർ ദ ഏൻഷ്യൻ കൾച്ചേഴ്സ് ബോത്ത് ഇന്ത്യ ആൻഡ് ദ വെസ്റ്റ്. ഇന്ത്യയിലെയും അതുപോലെ തന്നെ അവരുടെ ദേശത്തെയും വെസ്റ്റിലെയും ഏൻഷ്യൻ കൾച്ചേഴ്സ്, അതായത് വളരെ പഴയ ആ കൾച്ചേഴ്സിനെ ഒരുപാട് റെസ്പെക്റ്റ് ആയിരുന്നു അവർക്ക്. അവരതിനെല്ലാം വളരെ റെസ്പെക്റ്റോടെയാണ് നോക്കിക്കണ്ടത്. ഇന്ത്യൻ സിവിലൈസേഷൻ ദേ ഫെൽറ്റ് ഹാഡ് അറ്റൈൻഡ് ഇറ്റ്സ് ഗ്ലോറി ഇൻ ദ ഏൻഷ്യൻ പാസ്റ്റ്. ഒരുപാട് പ്രാചീന കാലത്ത് ഇന്ത്യയുടെ സിവിലൈസേഷൻ അതെന്ന് പറയുന്നത് വളരെ ഉന്നതങ്ങളിലായിരുന്നു, വളരെ വലുതായിരുന്നു, വളരെ വലിയ സ്ഥാനമുണ്ടായിരുന്നു എന്ന് ഇവർ മനസ്സിലാക്കി. ബട്ട് ഹാഡ് സബ്സിക്വൻ്റ്ലി ഡിക്ലൈൻഡ്. ഒരുപാട് കാലം കഴിഞ്ഞപ്പോൾ മെല്ലെ ആ ഗ്ലോറി എല്ലാം ഇല്ലാതായി മാറി. In order to understand India, it was necessary to discover the sacred and legal texts that were produced in the ancient period. ആ സമയത്ത്, പണ്ടുള്ള പ്രാചീന സമയത്ത് ഉണ്ടായിരുന്ന ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ ബുക്കുകൾ, അതെല്ലാം ഡിസ്കവർ ചെയ്താലേ, അതെല്ലാം കണ്ട് പഠിച്ചാലേ ഇന്ത്യയെക്കുറിച്ചുള്ള പഴയ കാലങ്ങളെക്കുറിച്ചും പഴയ ഗ്ലോറിഫൈഡ് ഡേയ്സിനെ കുറിച്ചെല്ലാം മനസ്സിലാക്കാൻ പറ്റുള്ളെന്ന് അവർക്ക് മനസ്സിലായി. For only those texts could reveal the real ideas and the laws of the Hindus and Muslims. ഹിന്ദുസിൻ്റെയും മുസ്ലിംസിൻ്റെയും പല ലോസിനെ കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും റിയൽ ഐഡിയാസിനെ കുറിച്ചൊക്കെ ആ ടെക്സ്റ്റ് ബുക്കുകളിലേ വായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പഴയ ടെക്സ്റ്റ് ബുക്കുകൾ, പഴയ ബുക്കുകൾ വായിക്കണം, അത് മനസ്സിലാക്കണമെന്നായി. ആൻഡ് only a new study of these texts could form the basis for future development in India. ഇന്ത്യയുടെ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റിനും അത് സഹായകമാകും എന്ന് അവർക്ക് മനസ്സിലായി. സോ ജോൺസ് ആൻഡ് കോൾബ്രൂക്ക്, അതുകൊണ്ട് ഈ ജോൺസും കോൾബ്രൂക്കും വെൻ്റ് അബൌട്ട് ഡിസ്കവറിങ് ഏൻഷ്യൻ ടെക്സ്റ്റ്, പ്രാചീന ബുക്കുകൾ അത് ഡിസ്കവർ ചെയ്യാൻ തുടങ്ങി, അവർ പഠിക്കാൻ തുടങ്ങി. അണ്ടർസ്റ്റാൻഡിങ് ദെയർ മീനിങ്, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ തുടങ്ങി. ട്രാൻസ്ലേറ്റിംഗ് ദം, അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തു. മേക്കിംഗ് ദെയർ ഫൈൻഡിങ്സ് നോൺ ടു അതേഴ്സ്, അവർ കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങൾ, ആ ടെക്സ്റ്റ് ബുക്കുകളിലൂടെ കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങൾ മറ്റുള്ളവരിലോട്ടും എത്തിക്കാൻ തുടങ്ങി. ദിസ് പ്രോജക്റ്റ് ദേ ബിലീവ്ഡ് വുഡ് നോട്ട് ഓൺലി ഹെൽപ്പ് ദ ബ്രിട്ടീഷ് ലേൺ ഫ്രം ഇന്ത്യൻ കൾച്ചർ. ഇന്ത്യൻ കൾച്ചറിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാം, പഠിക്കാം. അതുമാത്രമല്ല ബട്ട് ഇറ്റ് വുഡ് ഓൾസോ ഹെൽപ്പ് ഇന്ത്യൻസ് റീഡിസ്കവർ ദെയർ ഓൺ ഹെറിറ്റേജ്. ഇന്ത്യൻസിന് അവരുടെ തന്നെ ഹെറിറ്റേജ് റീഡിസ്കവർ ചെയ്യാൻ അത് സഹായിക്കുമെന്നും കൂടി അവർക്ക് മനസ്സിലായി. ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ലോസ്റ്റ് ഗ്ലോറീസ് ഓഫ് ദെയർ പാസ്റ്റ്. അവരുടെ പഴയ കാലത്തെ ആ ഗ്ലോറി, ആ പാരമ്പര്യം, അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും കൂടി സഹായകമാകും എന്നവർക്ക് മനസ്സിലായി. ഇൻ ദിസ് പ്രോസസ് ബ്രിട്ടീഷ് വുഡ് ബിക്കം ദ ഗാർഡിയൻസ് ഓഫ് ഇന്ത്യൻ കൾച്ചർ. അപ്പോൾ ഈ പ്രോസസ്സിൽ അങ്ങനെ ചെയ്യുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ കൾച്ചറിൻ്റെ ഒരു ഗാർഡിയൻ അല്ലെങ്കിൽ ഗാർഡ് ആയി മാറുകയാണ്. ആസ് വെൽ ആസ് ഇറ്റ്സ് മാസ്റ്റേഴ്സ്. ഇന്ത്യൻ കൾച്ചറിൻ്റെ ഒരു മാസ്റ്ററായി മാറുകയാണ്, അല്ലെങ്കിൽ ഗാർഡിയൻസായി മാറുകയാണ് ഇതിലൂടെ. പിന്നെ അടുത്ത പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.